ഒരു കാലഘട്ടത്തിൽ ട്രെയിനിൽ കയറുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഇത് എന്ത് ഇന്ത്യൻ റെയിൽവേ ആണ്, എന്തൊരു കഷ്ടമാണ്, സമയത്തിനെത്തത്തില്ല, 4-5 മണിക്കൂർ താമസിച്ചാണ് പോകുന്നത്, ബാത്റൂമിൽ കയറാൻ പറ്റത്തില്ല, അവിടെയെല്ലാം അശ്ലീലം എഴുതി വെച്ചിരിക്കുന്നു, വളരെ ഡേർട്ടി ആയിട്ടുള്ള സംവിധാനം, യാത്ര വളരെ മോശം. അവിടെ നിന്ന് വലിയൊരു ഉയർച്ചയാണ് ഉണ്ടായത് ഇന്ത്യൻ റെയിൽവേക്ക്. അശ്വിനി വൈഷ്ണവിനൊക്കെ ബിഗ് സല്യൂട്ടാണ് കൊടുക്കേണ്ടത്. വലിയ മാറ്റമാണ് ഉണ്ടായത്. ആ വന്ദേ ഭാരത് വന്നു, ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, ഹൈഡ്രജൻ ട്രെയിനിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. ഇപ്പോഴിതാ ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. അത് പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. 2026-ൽ മുംബൈയിൽ നിന്ന്, അതായത് പഴയ ബോംബെയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക്, ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് 508.18 കിലോമീറ്റർ ദൂരത്തേക്ക് മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ, എന്ന് പറഞ്ഞാൽ കേരളത്തിലാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് കാസർഗോഡ് എത്താം. ആ നിലയിൽ വളരെ മനോഹരമായുള്ള ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. ജപ്പാൻ്റെ ഷിൻകാസൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചെയ്യുന്ന ഫുൾ സ്പാൻ ലോഞ്ചിങ് മെത്തേഡ് അനുസരിച്ചുള്ള ട്രെയിനാണ്, ബുള്ളറ്റ് ട്രെയിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ തന്നെ ഉണ്ടാക്കി. സ്റ്റേറ്റിലും കേരള സ്റ്റേറ്റ് റെയിൽ കോർപ്പറേഷനൊക്കെ ഉണ്ടാക്കി, കേരളയിൽ. പക്ഷേ അവരിവിടെ വേറെ ആവശ്യമില്ലാത്ത വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടായിക്കൊണ്ട് നടക്കുകയാണ്. അതേസമയം രാജ്യത്ത് ഈ നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ 1.08 ലക്ഷം കോടി രൂപ കൊടുത്തുകൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ബോംബെയിൽ നിന്ന് അഹമ്മദാബാദിൽ എത്താൻ കഴിയുന്ന ബുള്ളറ്റ് ട്രെയിൻ രാജ്യത്ത് വരികയാണ്. ലോകത്തെ ബുള്ളറ്റ് ട്രെയിനുകൾ ഉള്ളത് ജപ്പാനിലും ചൈനയിലും പോലുള്ള സ്ഥലങ്ങളിലാണ് ബുള്ളറ്റ് ട്രെയിനുകൾ ഉള്ളത്. ആ ജപ്പാൻ്റെയും ചൈനയുടെയും സാങ്കേതിക വിദ്യകളെയൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. 2026-ൽ അത് ആവുന്നു. അതിൻ്റെ ഏകദേശം 300 കിലോമീറ്ററോളം വർക്ക് പൂർത്തിയായിട്ടുണ്ട്. 320 മണിക്കൂറാണ് കേട്ടോ. മണിക്കൂറിൽ 320 കിലോമീറ്ററാണ്. 300 എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിലാണ് പോകാൻ കഴിയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താൻ കഴിയുന്ന രീതിയാണ്. 300 കിലോമീറ്ററിൻ്റെ പണി കഴിഞ്ഞു. ഇനിയൊരു 208 കിലോമീറ്ററിൻ്റെ പണി കൂടെ കഴിഞ്ഞാൽ 2026, അതായത് അടുത്ത വർഷം രാജ്യത്ത് ആദ്യമായി ബുള്ളറ്റ് ട്രെയിൻ ഓടി തുടങ്ങും. എത്ര മനോഹരമാണ് നമ്മുടെ റെയിൽവേ സംവിധാനങ്ങളെന്ന് ആലോചിക്കുക. ഇപ്പോൾ റിസർവേഷന് വലിയ സംവിധാനങ്ങളുണ്ട്. നേരത്തെ ആണെങ്കിൽ ലാസ്റ്റിൽ ഈ തത്കാൽ നമ്മുടെ ഈ റിസർവേഷൻ ആയോ RAC ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ മാത്രമേ. ഇപ്പോൾ ആണെങ്കിൽ 24 മണിക്കൂർ മുമ്പ് അറിയാം. നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, യാത്രകൾ പ്ലാൻ ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ സൗകര്യങ്ങളിലേക്കാണ് ഇന്ത്യൻ റെയിൽവേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിലൂടെ ഇടതുപക്ഷവും സുഡാപ്പികളും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇതാ ഓഹരികളെല്ലാം വിൽക്കാൻ പോകുന്നു, ഇന്ത്യൻ റെയിൽവേ കച്ചവടം ചെയ്യാൻ പോകുന്നു, മോഡി വന്നു, കോർപ്പറേറ്റാണ്, സകലതും കച്ചവടം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിടത്തുനിന്ന് മാറി ഒരു കച്ചവടവും നടന്നില്ല. അത് മാത്രമല്ല, വളരെ മനോഹരമായി എല്ലാ സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് റെയിൽവേ കോർപ്പറേഷനുകളും നാഷണൽ ഹൈസ്പീഡ് ട്രെയിൻ കോർപ്പറേഷനുകളും ഒക്കെ തുടങ്ങി മനോഹരമായ രീതിയിൽ ബുള്ളറ്റ് ട്രെയിൻ, ഇനി അടുത്തത് ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പണി നടക്കുകയാണ്. അതാണെങ്കിൽ അസ്ത്രവേഗത്തിൽ, വിമാന വേഗത്തിലായിരിക്കും അത് പോകുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പണി നടക്കുന്നു. അതും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാശ്മീരിൽ ട്രെയിൻ സംവിധാനം കൊണ്ടുവന്നു. എല്ലാ സ്ഥലത്തും, ഇന്ത്യയിലെ സകല സ്ഥലത്തും വിപുലമായ തോതിലുള്ള ഹൈസ്പീഡ് ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വന്ദേ ഭാരത് വന്നു. നമുക്കും ഒരു ബുള്ളറ്റ് ട്രെയിൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. വലിയ വസന്തകാലമാണ് റെയിൽവേയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോകോത്തരമായിട്ടുള്ള കിടപിടിക്കുന്ന രീതിയിൽ നമ്മൾ ബുള്ളറ്റ് ട്രെയിനൊക്കെ ഉണ്ടാക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ലോകരാജ്യങ്ങൾ നമ്മൾക്ക് ബുള്ളറ്റ് ട്രെയിനിൻ്റെയും ഹൈഡ്രജൻ ട്രെയിനിൻ്റെയും ഓർഡറും തന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ രാജ്യം ഒന്നൊന്നര രീതിയിലാണ് ഈ മേഖലയിൽ വളർന്നിരിക്കുന്നത്.